ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു കേക്കും കൂടിയാണ്. നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് കറുത്ത ഇങ്ങനത്തെ പഴമാണ്, അത്യാവശ്യം നല്ല പഴുത്ത പഴം. അതേപോലെ നമുക്ക് ഇനി വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു ചെറിയ ബൗളിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായും അതേപോലെ 2 കറാമ്പൂവും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര പൗഡേർഡ് ഷുഗറായിട്ട് വരും. നല്ലപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ മിക്സി നമ്മൾ കഴുകിയൊന്നും വേണ്ട, അതിലേക്ക് നമ്മുടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. അതും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ആവട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്ക് മിക്സ് ആയിക്കോളും. എന്നിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പഴം മുറിച്ച് വെച്ചത്, ഈ പഴുത്ത പഴം മുറിച്ച് വെച്ചതും ആ ചെറിയ ബൗളിൽ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ജാറിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അത് നമ്മുടെ ഈ കോഴിമുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ നല്ല പെട്ടെന്ന് തന്നെ പഴുത്ത പഴം ആയതുകൊണ്ട് നല്ലപോലെ നമുക്ക് വേഗം തന്നെ ഒന്ന് ഇതുപോലെ ക്രീം പരുവത്തിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ മിക്സിയിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൈദപ്പൊടിയാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേ ബൗളിൽ ഒരു ബൗൾ നിറയെ നമ്മൾ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു അരിപ്പയിൽ കൂടെ നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മൊത്തമായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കറക്കി മിക്സ് ചെയ്യാതെ മെല്ലെ ഇങ്ങനെ റൗണ്ടിൽ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് പോലെ മിക്സ് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്യുക, മിക്സ് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇത് മൊത്തം നല്ല പോലെ അതിലേക്ക് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. എന്നപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതും നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പരിപാടി ഒരുവിധമായിട്ട് കഴിയും. നമുക്ക് പിന്നെ വലിയ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമ്മൾ കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട്, ഒരു സോസ് പാൻ എടുത്തിട്ട് അതിൽ അടിയിലോ സൈഡിലൊക്കെ നമുക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ്ചർ അതിലേക്ക് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഉള്ളിലൊക്കെ ബബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, എയർ ബബിൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഒരു ഗ്യാസിൽ ഓണാക്കിയിട്ട് ഏതെങ്കിലും ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് മതിയാവില്ല, നമുക്ക് ഒരു 35 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതും വളരെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുക. അപ്പം നമ്മുടെ സാധനം റെഡി ആയി കിട്ടും. വളരെ സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റ് കിട്ടും. ഈ പഴുത്ത പഴം ഒരിക്കലും നമ്മൾ വേറെ എന്താക്കിയാലും ഇത്ര ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ എത്രത്തോളം പഴുത്ത പഴം എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നല്ല പ്ലഫി ആയിട്ട്. എപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടാറ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇത് ഞാനെല്ലാം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആളൊന്നും അന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കിയവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇത്
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറ്റ് വീഡിയോസും കൂടിയൊക്കെ ഒന്ന് കാണുക. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടും ആവും. പിന്നെന്താണ് അപ്പോൾ താങ്ക് യു സോ മച്ച്.